പലപ്പോഴും ഇന്ത്യക്കാർക്ക് അബദ്ധം പറ്റുന്ന ഒരു സംഭവമാണ് കുക്കും ഷെഫും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ നിന്ന് പഠിച്ചു വരുന്ന കുക്കുമാരൊക്കെ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ പറയും അവർ ഷെഫാണെന്ന് പറയും. അതിന് കാരണം നമ്മളെ നാട്ടിൽ അതുപോലെയാണ്. കുക്കുമാരെ എല്ലാം ഷെഫ് എന്നും നമ്മളെ അതിൻ്റെ ഉന്നതിയിലുള്ള മാസ്റ്റർ ഷെഫ് എന്നാണ് പറയുന്നത്. എന്നാൽ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ കുക്കുമാരെ കുക്ക് എന്നത് തന്നെയാണ് പറയുന്നത്. കുക്കുമാരുടെ തലവന്മാരെ ഷെഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പല 5 സ്റ്റാർ ഹോട്ടലുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം റെഡി ആയില്ലെങ്കിൽ ആ ഷെഫിനെ വിളിക്കുമെന്ന് പറയും. ശരിക്ക് ഷെഫിനെ വിളിക്കുന്നതെന്നല്ല പറയേണ്ടത്, കുക്കിനെ വിളിക്കൂ എന്നാണ് പറയേണ്ടത്. അത് തയ്യാറാക്കുന്നത് കുക്കാണ്. ഷെഫ് എന്ന് പറയുന്നത് മേൽനോട്ടം വഹിക്കുന്ന ആളെന്നെയാണ് ഷെഫ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ പാചകം ചെയ്യുന്ന ആളെന്നെ ഷെഫ് എന്നാണ് തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ കുക്കുമാരുടെ തലവൻ, പിന്നെ ഷെഫുമാരുടെ തലവന്മാരെയാണ് മാസ്റ്റർ ഷെഫ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഷെഫ്, മാസ്റ്റർ ഷെഫ്, അങ്ങനെ എക്സിക്യൂട്ടീവ് ഷെഫ് അങ്ങനെ പോകുന്നു. ഇത് ഭയങ്കര പ്രശ്നങ്ങൾക്കും ഇടവരാറുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇപ്പോൾ വിദേശത്ത് ഈ കുക്കിൻ്റെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഏത് പോസ്റ്റാൻ ചോദിക്കുമ്പോൾ ഷെഫ് എന്ന് പറയും. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങനെ പറഞ്ഞു വിടുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ നിന്നുള്ള പഠിച്ചിറങ്ങുന്നവരോട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൂർമ്മ തൊപ്പി ധരിക്കുന്നത് മെയിൻ ഷെഫ് മാത്രമാണ്. അതായത് കുക്കുമാർ കൂർമ്മ തൊപ്പി ധരിക്കാറില്ല. അപ്പോൾ ഈ വ്യത്യാസം കൂടി ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഇതൊരു അബദ്ധമായിട്ട് ചില ആൾക്ക് പറയാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വിദേശത്ത് വന്നു കഴിഞ്ഞാൽ ഷെഫ് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ കുക്കുമാരുടെ തലവനെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. കുക്കുമാർ പാചകം ചെയ്യുന്നവരെ കുക്കുമാരെന്ന നിലയിലാണ് വിദേശത്ത് കാണുന്നത്.